ലോഗോസ് ട്രിവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2025 C-E കാറ്റഗറിയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ന്യായാധിപനായ ജെഫ്തായുടെ പിതാവാരായിരുന്നു? ഉത്തരം ഗിലെയാദ്. 2. ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു? ഉത്തരം സീഹോൻ. 3. വിജാതീയരായ അമോന്യരുടെ ദൈവമാര്? ഉത്തരം കെമോഷ്. 4. മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ്റെ പേര്? ഉത്തരം ബാലാഖ്. 5. ജെഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഉത്തരം 6. 6. ആരാണ് ജെഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം ഇബ്സാൻ. 7. മോശയുടെ പുത്രനെക്കുറിച്ച് പരാമർശിക്കുന്ന ന്യായാധിപ ഗ്രന്ഥത്തിലെ വചനമേത്? ഉത്തരം ന്യായാധിപന്മാർ 18:30. 8. അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം 30. 9. സാംസന്റെ പിതാവായ മനോവ താമസിച്ചിരുന്നതെവിടെ? ഉത്തരം സോറ. 10. എത്ര പേരെയാണ് ഫിലിസ്ത്യർ സാംസന് തോഴരായി കൊടുത്തത്? ഉത്തരം 30. 11. സാംസൺ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര്? ഉത്തരം റാമത്ത് ലേഹി. 12. ദലീല താമസിച്ചിരുന്നതെവിടെ? ഉത്തരം സോറേക്കു താഴ്വരയിൽ. 13. മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയമാണ് എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത്? ഉത്തരം 200. 14. ലേവിനോട് പിണങ്ങി യൂദായിലെ ബെത്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവൻ്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത്? ഉത്തരം ഏകദേശം 4 മാസം. 15. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വച്ചാണ്? ഉത്തരം ബഥേൽ. 16. ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം ബെത്ലേഹം. 17. മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ഉത്തരം ദാൻ. 18. എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ഉത്തരം 20. 19. ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത്? ഉത്തരം തോബ്. 20. ഇബ്സാൻ അടക്കപ്പെട്ടതെവിടെ? ഉത്തരം ബേത്ലഹം. 21. നീ ഒരു എഫ്രായിംകാരനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്കേതായിരുന്നു? ഉത്തരം ഷിബ്ബോലത്ത്. 22. സാംസനെ ബന്ധിക്കുന്നതിനു വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. 23. അദ്ധ്യായവും വാക്യവും എഴുതുക. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ഉത്തരം ന്യായാധിപന്മാർ 14:14. 24. അദ്ധ്യായവും വാക്യവും എഴുതുക. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ രക്ഷിക്കും. ഉത്തരം ന്യായാധിപൻ 18:6. 25. നാസീർ വ്രതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകങ്ങൾ ഏവ? ഉത്തരം സംഖ്യ, ന്യായാധിപന്മാർ. 26. ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം 10 വർഷം. 27. എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്ത. 28. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ എല്ലാ സൃഷ്ടികളിലും മറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ മഹത്വം. 28. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാര്? ഉത്തരം സമുദ്രസഞ്ചാരികൾ. 30. എല്ലാം നിശ്ചിത മാർഗത്തിൽ സഞ്ചരിക്കുന്നതെങ്ങനെ? ഉത്തരം അവിടുത്തെ വചനത്താൽ. 31. ഏലിയ നാശത്തിലേക്ക് നയിച്ചതാരെ? ഉത്തരം രാജാക്കന്മാരെ. 32. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചതാരെ? ഉത്തരം ഗായിക സംഘത്തെ. 33. അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ആരുടെ കരം?
ഉത്തരം ജോഷുവ. 34. ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത്? ഉത്തരം ദാവീദ്. 35. തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം നോഹ. 36. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നത് ആര്? ഉത്തരം അബ്രാഹം. 37. സാമുവലിനു ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിൻ്റെ നാളുകളിൽ പ്രവചനം നടത്തിയത്? ഉത്തരം നാഥാൻ. 38. ദാവീദ് യൗവനത്തിൽ കവണയിൽ കല്ല് ചേർത്ത് കരം ഉയർത്തി ആരെയാണ് തകർത്തത്? ഉത്തരം ഗോലിയാത്തിനെ. 39. എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻകുട്ടികളോട് കൂടെ എന്ന പോലെ കളിയാടിയത്? ഉത്തരം കരടികളോട്. 40. പൂരിപ്പിക്കുക. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു. ഉത്തരം അത്യുന്നതനെ. 41. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ആക്രമണം ചെറുക്കുവാൻ നഗരത്തിന് കോട്ട കെട്ടിയതാര്? ഉത്തരം ശിമയോൻ. 42. രത്നഖചിതമായ സ്വർണ്ണത്തളിക പോലെ പ്രശോഭിച്ചതാരെന്നാണ് പ്രഭാഷകൻ മനസ്സിലാക്കുന്നത്? ഉത്തരം ശിമയോൻ. 43. ഏലിയ കിടക്കയിൽ നിന്ന് താഴേക്കിറക്കിയതാരെ? ഉത്തരം പ്രസിദ്ധന്മാരെ. 44. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുൻപിൽ ഭയന്ന് വിറച്ചില്ല, ആരും അവനെ കീഴടക്കിയില്ല. അവനാര്? ഉത്തരം ഏലീഷ. 45. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും പ്രവചിച്ചത്? ഉത്തരം സാമുവൽ. 46. ഹെനോക്കിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഉൽപ്പത്തി 5:24. 47. ഫിനെഹാസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഖ്യ പുസ്തകത്തിലെ അധ്യായവും വാക്യവും ഏത്? ഉത്തരം സംഖ്യ 25:7. 48. പ്രഭാഷക ഗ്രന്ഥം എഴുതിയതാരെന്ന് സൂചിപ്പിക്കുന്ന പ്രഭാഷക ഗ്രന്ഥത്തിലെ അധ്യായവും വാക്യവുമേത്? പ്രഭാഷകൻ 50:27. 49. താഴെ പറയുന്നവയിൽ ഏത് കാര്യം ചെയ്യുന്നതിൽ ആണ് ലജ്ജിക്കണം എന്ന് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുക. 50. സെറുബാബേലിൻ്റെ മഹത്വം എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? ഉത്തരം വലതു കൈയിലെ മുദ്രമോതിരം പോലെ. 51. പിതാവിനെ ജനമധ്യേ അപമാനിതയാക്കുന്നത് ആര്? ഉത്തരം ദുശാഠ്യക്കാരിയായ പുത്രി. 52. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നതായി പറയുന്നു? ഉത്തരം 2. 53. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം അപ്പസ്തോലന്മാർ. 54. 10 നാണയത്തിൻ്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശു ഏത് സ്ഥലത്തിന് സമീപത്തായിരുന്നുവെന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ഉത്തരം ജെറുസലേം. 55. വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത്? 4 ഇരട്ടി. 56. അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ചുറ്റും നിന്നിരുന്നവരോട്. 57. പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? ഉത്തരം സദുക്കായർ. 58. ലൂക്ക 22-ാം അധ്യായത്തിൽ യേശുവിനെ എങ്ങനെ വധിക്കണമെന്നതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നവർ ആരെല്ലാം? ഉത്തരം പുരോഹിതന്മാരും നിയമജ്ഞരും. 59. യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. 60. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരി ആര്? ഉത്തരം പീലാത്തോസ്. 61. എമ്മാവൂസിലേക്ക് ഉദ്ധാന ദിവസം പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. അതാര്? ഉത്തരം ക്ലെയോപ്പാസ്. 62. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചവർ ആര്? ഉത്തരം നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും.
63 മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. യേശു ഇത് പറഞ്ഞത് ആരോടാണ്? ഉത്തരം ശിഷ്യന്മാരോട്. 64 ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചതെങ്ങനെ? ഉത്തരം അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളും. 65 നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത്? ഉത്തരം ഒരു അധികാരി. 66 ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമായാണ്? ഉത്തരം 10 നാണയങ്ങളുടെ ഉപമ. 67 യേശുവിനെ ദേശാധിപതിക്ക് ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ നിയമജ്ഞരും പ്രധാന പുരോഹിതരും ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത്? ഉത്തരം നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. 68 ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂദായിലുള്ളവർ എന്തു ചെയ്യണം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം. 69 പെസഹ തിരുനാളിൻ്റെ മറ്റൊരു പേര്? ഉത്തരം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 70 ഒലിവ് മലയിൽ വെച്ച് ബന്ധസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം പ്രധാനാചാര്യൻ്റെ. 71 പെസഹ ഭക്ഷണത്തിനു ശേഷം ഒലിവ് മലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര്? ഉത്തരം ശിഷ്യന്മാർ. 72 അദ്ധ്യായവും വാക്യവും എഴുതുക. എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉത്തരം ലൂക്ക 17:19. 73 അദ്ധ്യായവും വാക്യവും എഴുതുക. ദാവീദിൻ്റെ പുത്രനായ യേശുവെ, എന്നിൽ കനിയണമേ. ഉത്തരം ലൂക്ക 18:38. 74 ലൂക്ക 22:47 യൂദാസിന് നൽകിയിരിക്കുന്ന വിശേഷണം ഏത്? ഉത്തരം 12 പേരിൽ ഒരുവൻ. 75 താഴെ പറയുന്നവയിൽ യേശുവും ഹെരോദോസും തമ്മിലുള്ള കണ്ടുമുട്ടലിൽ ലൂക്കാ സുവിശേഷകൻ വിവരിക്കാത്ത കാര്യം ഏത്? ഉത്തരം യേശുവിനെ ചുവന്ന വസ്ത്രം ധരിപ്പിച്ചു. 76 ലൂക്കായുടെ സുവിശേഷത്തിലെ പരിശുദ്ധ കുർബാന സ്ഥാപന വചനങ്ങൾ ഏവ? ഉത്തരം 22, 19, 20. 77 മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു 12 പേരോട്. 78 മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം ജനങ്ങളോട്. 79 എഫെസോസുകാർക്കുള്ള ലേഖനം 1-ാം അധ്യായത്തിൽ അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പൗലോസ്ലീഹ എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഉത്തരം രക്ഷ. 80 രക്ഷയുടെ സത്വാർത്തയെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം സത്യത്തിൻ്റെ വചനം. 81 എഫേസോസ് 1:15 എഫേസോസുകാരുടെ ഏതെല്ലാം ആത്മീയ ഗുണങ്ങളാണ് പൗലോസ്ലീഹ കേട്ടിരിക്കുന്നത്? ഉത്തരം വിശ്വാസം, സ്നേഹം. 82 തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ. 83 പൂരിപ്പിക്കുക. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ഡാഷ് വേദനിപ്പിക്കരുത്. ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. 84 എന്തിനെ പ്രതിയാണ് പരസ്പരം വിധേയരായിരിക്കാൻ പൗലോസ്ലീഹ ഉപദേശിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. 85 പൗലോസ്ലീഹായുടെ അഭിപ്രായത്തിൽ ആരാണ് ഭാര്യയുടെ ശിരസ്? ഉത്തരം ഭർത്താവ്. 86 നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ ദാനത്തിന്. 87 ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിനു ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടത് ആരാലാണ്? ഉത്തരം പരിശുദ്ധാത്മാവിനാൽ. 88 ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ്? ഉത്തരം അപരിച്ഛേദിതർ.
89. ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത്? ഉത്തരം വിശ്വാസം. 90. നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ്? ഉത്തരം മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും. 91. പൂരിപ്പിക്കുക. ഡാഷ് നിങ്ങൾ അവസരം കൊടുക്കരുത്. ഉത്തരം സാത്താന്. 92. ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ്? ഉത്തരം സുരഭില കാഴ്ചയും ബലിയുമായി. 93. എഫേസോസ് 5:1 ആരെപ്പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസോസുകാരെ ഉപദേശിക്കുന്നത്? ഉത്തരം വത്സല മക്കളെ പോലെ. 94. പൂരിപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും. 95. പൂരിപ്പിക്കുക. നിങ്ങൾ ഡാഷ് ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഉത്തരം അവിവേകികളെപ്പോലെ. 96. എഫേസോസ് ലേഖനത്തിൽ നിന്നുള്ള അധ്യായവും വാക്യവും എഴുതുക. നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. ഉത്തരം എഫേസോസ് 4:1. 97. എഫേസോസ് ലേഖനത്തിൽ നിന്നുള്ള അധ്യായവും വാക്യവും എഴുതുക. മനുഷ്യനു വേണ്ടിയല്ല കർത്താവിനു വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഉത്തരം എഫേസോസ് 6:7. 98. അധ്യായവും വാക്യവും എഴുതുക. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. ഉത്തരം എഫേസോസ് 5:10. 99. പൗലോസിൻ്റെ വിവരണമനുസരിച്ച് ആത്മീയ സമരത്തിൽ നാം കരുതേണ്ട ആയുധങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 6. 100. എഫേസോസുകാരുടെ ലേഖനത്തിൽ ദൈവപുത്രനെക്കുറിച്ചുള്ള പരാമർശം എവിടെ കാണുന്നു? ഉത്തരം എഫേസോസ് 4:13.